ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത്? ആയിഷ ബീവി പറഞ്ഞെന്താ? എൻ്റെ റസൂലിനെ എനിക്ക് മാത്രം കിട്ടണം, എൻ്റെ നബി എൻ്റെ കൂടെ ജീവിച്ചാൽ മതി, വേറെ ആരുടെ പോവരുത്. രാത്രിയിലും പകലിലും ഹബീബിൻ്റെ സാന്നിധ്യം ആയിഷ ബീവിക്ക് ഇഷ്ടമായിരുന്നു. ബീവി അങ്ങനെ ആസ്വദിച്ച ജീവിതമാണത് ഹബീബിൻ്റെ കൂടെ. എന്തൊരു സന്തോഷമുള്ള ദാമ്പത്യമായിരുന്നു. അവർക്ക് മക്കളൊന്നും ജനിച്ചിട്ടില്ല, പക്ഷേ എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി അഭിമാനിക്കുക നബിൻ്റെ കൂടെ പോകാൻ. നബി തങ്ങളുടെ കൈപിടിച്ച് നടക്കും ബീവി അഭിമാനത്തോടുകൂടെ. എൻ്റെ റസൂൽ എൻ്റെ ഭർത്താവാണ്. ആയിഷ ബീവിക്കില്ലാത്ത സങ്കടം എന്തിനാ ചങ്ങാതിമാരെ നിങ്ങൾക്ക്? ആയിഷ ബീവിക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ലല്ലോ എൻ്റെ ചെറുപ്പത്തിൽ കിട്ടി. നിങ്ങൾ പറയും, ഇപ്പോൾ 1400 കൊല്ലം മുമ്പത്തെ ഒരു സമൂഹത്തിൻ്റെ ചിത്രമോ അവിടുത്തെ പരിസരങ്ങളോ മനസ്സിലാക്കാതെ അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഒന്നും പറഞ്ഞിട്ട് വരരുത്. ആയിഷ, നിങ്ങളെ അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ 2 തവണ കാണിച്ചു തന്നു. പട്ടിൻ്റെ ഒരു കഷ്ണത്തിലായി അള്ളാഹു നിങ്ങളുടെ രൂപം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മാലാഖ ഒരു പട്ടിൻ്റെ കഷ്ണവുമായി എൻ്റെ മുമ്പിലേക്ക് വന്നു. ആ പട്ടിൻ്റെ കഷ്ണം ഞാൻ തുറക്കുമ്പോൾ ഫൈദാ അൻസി, അത് നിങ്ങളായിരുന്നു ആയിഷ, അത് നിങ്ങളായിരുന്നു. ഫയഖൂൽ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു വിവാഹാലോചന വിധങ്ങൾ ചെയ്യുകയല്ല. മാലാഖമാർ വന്നിട്ട് നബിയോട് പറയുന്നു, ഹാദിഹി സൗജതുകി, നബിയെ ഇവര് അങ്ങയുടെ ഭാര്യയാണ്, നബി അങ്ങയുടെ ഭാര്യയാണ്. അറിയണേ, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓർമ്മശക്തി ഉണ്ടായിരുന്ന മഹദിയാണിത്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ വിഷയങ്ങളും വളരെ മനോഹരമായ ഭാഷാ സ്ഫുടതയോടുകൂടെ അതിശക്തമായ അതിസൂക്ഷ്മമായ ജ്ഞാനിയായ ഓർമ്മശക്തിയുള്ള മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഒരു പണ്ഡിതയെ ലോകത്തിന് സമർപ്പിക്കാൻ തന്നെയായിരിക്കണം കൊച്ചുനാളിൽ ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു അവസരം കൊടുത്തത്. അങ്ങനെയാണ് 9ാമത്തെ വയസ്സിൽ ഹബീബിൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോഴേക്കും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിന് അർത്ഥം കൊടുക്കുന്നവരാണ് ഈ ദുഷ്ടന്മാർ. പുണ്യനബി തങ്ങൾ എൻഗേജ്മെൻറ്റ് ചെയ്യുകയോ ഹബീബിൻ്റെ കൂടെ ഭാര്യയായി വീട്ടിലേക്ക് വരികയോ ചെയ്യുന്നത് ഒരു പിഞ്ചു ബാലികയെ അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഈ ദുഷ്ടന്മാർക്ക് തോന്നുന്നുണ്ടാകാം. അത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്വതയുടെ നബി തങ്ങൾക്ക് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ് എന്താണ് ജീവിതമെന്ന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ കൂടെ ഇങ്ങനെ ജീവിച്ചൊരു പുണ്യ റസൂലിൻ്റെ മേൽ ഇങ്ങനൊരു ആരോപണം ചാർത്തുമ്പോൾ അതൊരു പ്രവാചകരായിരിക്കെ പ്രവാചകത്വം കിട്ടിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വയം തീരുമാനം ചെയ്യുക സാധ്യമല്ല. അള്ളാഹ് പറഞ്ഞതിന് നബിക്ക് ചെയ്യേണ്ടി. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മുസ്ലിമായി നിൽക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് വിശ്വാസം വരും. എൻ്റെ ഹബീബ് ചെയ്തത് ന്യായമാണ്, അതിൻ്റെ ഹിക്മത്ത് എനിക്ക് മനസ്സിലായില്ലായിരിക്കാം, പക്ഷെ അള്ളാഹു ഹക്കീമാണ്. പുണ്യനിബിധങ്ങൾ ഒരാളോടും ഒരു ഉറുമ്പിനോട് പോലും ഒരു ഉപദ്രവവും വേദനയും ചെയ്യാത്തവരാണ്. ഒരാളോട് പോലും ഒരു അനീതിയും ഹബീബ് ചെയ്തിട്ടില്ല. എങ്കിൽ അവിടുന്ന് ചെയ്തതിൽ ഹിക്മത്തിൻ യറാഹ് അല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ചൊരു ഹിക്മത്തിനാണ്. അത്രയേ അതിലുള്ളൂ. ഫഅഖൂലു, അള്ളാഹുവിൻ്റെ ഹബീബ് പറയും അലാഖയോട്, ഇൻകാന ഹാദാ മിൻ ഇൻദില്ലാഹി യുംദിഹ്. നോക്കണം, സ്വന്തം അനുചരനും സ്വന്തം അനുയായിയും ജീവന് തുല്യം സ്നേഹിക്കുകയും ചെയ്ത ഹബീബിൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണിത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോളാണിത്. ഹിജ്റ നടക്കുമ്പോഴേ മക്കയിൽ നിന്ന് 13 കൊല്ലം 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി. ഇഖ്റ അവതരിച്ചു. അവിടെ മുതൽ 53 വയസ്സ് വരെ 13 കൊല്ലക്കാലം മക്കയിൽ മക്കക്കാർ നബിതങ്ങളെ ഉപദ്രവിച്ചു. അവർ ബിംബാരാധകരായിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഒരുപാട് ആക്രമിച്ചു, നബിതങ്ങളെ വേദനിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേദനക്കൊടുവിൽ അല്ലാഹു പറഞ്ഞു, നബിയെ അങ്ങ് മദീനയിലേക്ക് പോകണം. നഖ്ലിൻ ബൈന ഹറതൈൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ്, ചരൽക്കല്ലുകളുടെ കറുത്ത കല്ലുകളുള്ള 2 മൈതാനത്തിനിടയിലെ മനോഹരമായ ഈത്തപ്പനകളുള്ള നാട്ടിലേക്ക് അങ്ങ് പൊയ്ക്കോളൂ. ആ യാത്രക്ക് പോകുമ്പോൾ ഹബീബായ നബി ഉച്ചനേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഉച്ചനേരത്തിന് നബി നിങ്ങൾ വരാറില്ല, ആളുകളത് വിശ്രമിക്കുന്ന സമയമാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഉച്ചനേരത്തെ ഫോൺ വിളിക്കരുത്, വിശ്രമിക്കുന്ന സമയമായിരിക്കും, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദുഹ്ർ അശ്റിൻ്റെ ഇടയിലുള്ള സമയം. ഏതായിരുന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഒരു കാര്യം അങ്ങയോട് എനിക്ക് സ്വകാര്യം പറയാനുണ്ട്, അതുകൊണ്ട് വീട്ടിലുള്ളവരോടൊന്ന് മാറി നിൽക്കാൻ പറയണേ, വീട്ടുകാരോട് മാറി നിൽക്കാൻ പറയണേ. അപ്പോൾ സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നബിയേ, ഇന്നമാഹും അഹ്ലുക യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ആയിഷ, എൻ്റെ മോള് അസ്മാ ബീവി, എൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, പുന്നാര നബിയെ,
അവരൊക്കെ അങ്ങയുടെ മക്കളാണ്, അങ്ങയുടെ കുടുംബമാണ്. ഇത് അങ്ങയുടെ കുടുംബമല്ലേ? സ്വന്തം കുടുംബക്കാര് സ്വന്തം വീട്ടിലെ ആളുകളുടെ സ്വകാര്യം പരസ്യപ്പെടുത്തോ? എടുത്തു എന്നൊക്കെ ചോദിച്ചാൽ എടുത്തു എന്നൊക്കെ പറയേണ്ടി വരും ഇപ്പോൾ അല്ലേ? ശരിക്കും അങ്ങനെയല്ലല്ലോ. വീട്ടുകാർക്ക് ഭാരം വെക്കാൻ പാടില്ലല്ലോ. മിനിമം ഒരു കേർട്ടസി വേണ്ടേ അവർ തമ്മിൽ? ആ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പിൻ്റെ ഒരു 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 സ്നേഹം അവിടെ വേണ്ടയോ? അപ്പോൾ സിദ്ദീഖ് എന്നിവർ പറഞ്ഞ വാക്കാ നബി, അവരാരും പുറത്തു പോകേണ്ടതില്ല നബിയെ. അങ്ങ് സ്വകാര്യം പറഞ്ഞാൽ ആ സ്വകാര്യം സ്വകാര്യമായി കൊണ്ടു നടക്കാൻ എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ വീട്ടുകാർക്കും കഴിയും. അങ്ങ് അവരെക്കുറിച്ച് പേടിക്കരുത്, അവർ നല്ലവരാണ്, അങ്ങയുടെ വീട്ടുകാരാണ്. സിദ്ദീഖ് തങ്ങൾ കൊടുത്ത മറുപടിയാണത്. അപ്പോൾ ആയിഷ ബീവിൻ്റെ അവിടെ ജ്യേഷ്ഠത്തെ അസ്മാ ബീവിയുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറുണ്ട്, സിദ്ദീഖ് തങ്ങളുടെ വാപ്പ അബൂ ഖുഹാഫയുണ്ട്, ആയിഷ ബീവിൻ്റെ ഉമ്മ റൂമാൻ റളിയല്ലാഹു അൻഹയുണ്ട്. ഇവരൊക്കെ വീട്ടിലുണ്ട്, ആരും മാറിയില്ല. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ഉദിന ലീ ബിൽ ഹിജ്റ, എനിക്കല്ലാഹു ഹിജ്റ പോകാൻ അനുമതി നൽകിയിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, നബിയെ എനിക്കും അങ്ങയുടെ കൂടെ വരണം, അതുകൊണ്ട് അസ്അലുക സുഹ്ബത യാ റസൂലല്ലാഹ്, നബിയെ എനിക്കും അങ്ങയുടെ കൂടെ വരണം, അള്ളാഹുവിനോട് ചോദിക്കണേ ഞാൻ കൂടെ വരട്ടെയോ? നബി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. മാലാഖയുടെ മറുപടി കിട്ടി, സിദ്ദീഖ് എന്നവരും കൂടെ വന്നോട്ടെ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വാപ്പയുടെ കണ്ണിൽ നിന്ന് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടത് അപ്പോഴാണ്. സന്തോഷം കൊണ്ട് നമ്മൾ കരയും. കരച്ചിൽ ഹൃദയത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ്. ഹൃദയത്തിലെ കരുണയുടെ അടയാളമാണ് കരച്ചിൽ. സ്നേഹവും കരുണയും അണപൊട്ടി ഒഴുകുന്നവർക്ക് അവരുടെ കണ്ണുകൾ നനയും. അത് സ്വാഭാവികമാണ്, അതൊരു കുഴപ്പമുള്ള പരിപാടിയല്ല. അത് ആർക്കും മോശമാക്കേണ്ടതുമില്ല. പെട്ടെന്ന് കരയുന്ന ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് കരയും, കയ്യും കാലൊക്കെ വിറക്കും, അതൊന്നും സാരമില്ല. പെട്ടെന്ന് കരയുന്നത് ഹൃദയം ലോലമായതുകൊണ്ടാണ്. സിദ്ദീഖ് എന്നവർ പൊട്ടിക്കരഞ്ഞു എന്നാണ് ആയിഷ ബീവി പറഞ്ഞ. കരയുന്നത് കണ്ടിട്ടുണ്ട് സന്തോഷം കൊണ്ട്. ഉറക്കക്കരയുന്നത് എൻ്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, മദീനയിലേക്ക് മരുഭൂമിയിലൂടെ നബിയുടെ കൂടെ ഞാൻ വരട്ടെയോ? വന്നോളൂ സിദ്ദീഖ് എന്നവരെ എന്ന് പറഞ്ഞ 2 പേർ. ആ 2 പേരെയും കൊല്ലാൻ പ്ലാനുണ്ട്. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ യാത്രയിൽ കൂടെ വരാൻ സമ്മതം കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു സിദ്ദീഖ്. നോക്കണേ, ആ യാത്ര ടൂറ് പോവുകയല്ല, കൊല്ലപ്പെടാൻ സാധ്യതയുള്ള യാത്രയാണ്. അതിന് പോകാൻ അനുമതി കിട്ടി എന്ന് പറഞ്ഞപ്പോഴായി കരയുന്നത് സന്തോഷം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു. ഇതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട് റളിയല്ലാഹു തആല അൻഹ. മലാഖ നിബിതങ്ങൾക്ക് ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. പട്ടിൻ്റെ ഒരു കഷ്ണം, സരിഖത്തിൻ മിൻ ഹദീദ്. സരിഖ എന്ന് പറഞ്ഞാൽ മോഷണം എന്നർത്ഥമുണ്ട്, ഖിത്അ ഒരു കഷ്ണം എന്നും അർത്ഥമുണ്ട്. ഹദീസിൽ ഫി സരിഖത്തിൻ മിൻ ഹരീരിൻ, ഒരു പട്ടിൻ്റെ. ലാസ്റ്റ് കണ്ടെടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. അതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പ്രയാസമാവണ്ട. ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ച് വായിക്കാൻ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ പട്ടിൻ്റെ കഷ്ണം കൊണ്ടുവന്നപ്പോൾ ഹബീബാ നബി ഞങ്ങളിത് തുറന്നു നോക്കുമ്പോൾ ഫഇദാ അൻസി ആയിഷ, നിങ്ങളുടെ മുഖം ഞാൻ അതിൽ കണ്ടു. മാലാഖ എന്നോട് പറഞ്ഞു, ഹാദിഹി സൗജതുകി. നോക്കണം, ആയിഷ ബീവിൻ്റെ കല്യാണം പറഞ്ഞ് ഈ ഗുൽമാൽ ഉണ്ടാക്കുന്നവർ ഈ സ്വഹീഹ് ബുഖാരി ഒരു ഹദീസൊക്കെ നോക്കും. അവർക്ക് ഹദീസ് ബുഖാരി മുസ്ലിമൊക്കെ അറിയും. എന്താണെന്നറിയോ, ഹിദായത്ത് വേണമെന്ന് മാത്രം തലയിലില്ലാത്തതുകൊണ്ട് അത് കിട്ടൂല എന്ന് മാത്രം അവരിതൊക്കെ വായിക്കുന്നുണ്ട്. ഇതേ ഹദീസ് വായിക്കുമ്പോഴല്ലേ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നത്. ഇത്രയും ന്യായവും സത്യവുമുള്ള ഒരു ഗ്രന്ഥം ലോകത്തെന്താ ഉള്ളത്? പുണ്യനബി തങ്ങൾ പറയാ, എന്നോട് മാലാഖ പറയും, ഹാദിഹി സൗജതുകി, ഇത് അങ്ങയുടെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഫഖൂലു, എന്താ തങ്ങൾ കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കണേ. ഇൻ കാന ഹാദാ മിൻ ഇൻദില്ലാഹി യുംദിഹി, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹു അത് നടപ്പാക്കുക തന്നെ ചെയ്യും. തങ്ങളത് തീരുമാനിച്ചിട്ടില്ല. ആയിഷ ബീവിയെ നബി തങ്ങൾ കാണാൻ നടക്കെ നബി തങ്ങൾ ഒളിഞ്ഞിരുന്ന് കാണുകയോ തങ്ങളത് ചെയ്തില്ല. മഅദല്ലാഹ്, തങ്ങളത് ചെയ്യൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ യുംദിഹി, അള്ളാഹു ഇത് നടപ്പാക്കും. അതാ പറഞ്ഞത്, നുബുവത്തിന് ശേഷമുള്ള വിവാഹങ്ങൾ വഹയിൻ്റെ വെളിച്ചത്തിൽ നടന്ന വിവാഹങ്ങളാ. നബി തങ്ങൾക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റൂല, അള്ളാഹ് പറഞ്ഞതനുസരിക്കുകയല്ലാതെ. അതുകൊണ്ടാണ് പറയുന്നത്, ആയിഷ ബീവിയെ കൊതിച്ച് നടക്കല്ല. അള്ളാഹുവിന് അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ അള്ളാഹു ഇത് നടപ്പാക്കും, ആ വിവാഹം നടന്നേക്കും. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു ആയിഷ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ജൂത പണ്ഡിതനായിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. ജൂതനായിരുന്നു. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോൾ മദീനയിൽ നബി തങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം. അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം,
അത്ഇമു ത്വആം സുലുൽ അർഹാം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഹദീസ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു ഹദീസാണ്. അതുകൊണ്ട് എന്നാലും ഒരു ബറക്കത്തിന് ഞാൻ പറയാം. തങ്ങൾ കടന്നു വന്നു മദീനയിലേക്ക്, എല്ലാവരും നോക്കുകയാണ് ഹബീബിനെ. ആ ഒരു ത്വലഅൽ ബദറൊക്കെ ചൊല്ലില്ലേ, നമുക്ക് ചൊല്ലിയൊക്കെയല്ലേ, ഈ തണുപ്പത്തിരുന്ന് ഇങ്ങനെ ചൊല്ലുമ്പോൾ നല്ല രസമുണ്ടാകും. ത്വലഅൽ ബദർ അറിയില്ലേ? കൂടെ നമുക്ക് ചൊല്ലാം. മെല്ലെ ഇങ്ങനെ നിങ്ങൾ മൂളിയാൽ മതി, അറിയാത്തവർ. അല്ലാത്തവർ ഉറക്കങ്ങ് ചൊല്ലി. ഉസ്താദ്മാരും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്, ഓലൊക്കെ ഉഷാറായിട്ട് ഉറക്കം ചൊല്ലിത്തരും. ഹബീബ് മദീനയിലേക്ക് വരിക, സങ്കല്പിച്ച് നോക്കൂ, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരിക, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഹബീബിനെ കാണാൻ വേണ്ടി. ചിലരൊക്കെ ഈത്തപ്പൻ്റെ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സങ്കല്പിച്ച് നോക്കൂ, ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കാൻ ദൂരെ നിന്ന് കാണാൻ വേണ്ടി. 3 ദിവസം അവർ വന്ന് തിരിച്ചുപോയി, തങ്ങൾ എത്തിയില്ല. 11 ദിവസമെടുത്ത യാത്രയാണിത്. പിന്നെ ഫോണൊന്നുമില്ലല്ലോ, എവിടെ എത്തിയെന്ന് എങ്ങനെ പറയാനാ? ഒരു ജൂതനാണ് ആദ്യം കണ്ടത്. ദാ നിങ്ങളുടെ ആൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും തെങ്ങിൻ്റെ ആ ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് വിളിച്ചു കൂവാൻ തുടങ്ങി. മർഹബൻ ബിൻ നബി, ഇതാ ഞങ്ങളുടെ നബി തങ്ങൾ വരുന്നു, ഹബീബിന് സ്വാഗതം. പിന്നെ അവർ ദഫ്മുട്ടി ഒരു ഘോഷയാത്രയായി ഹബീബിനെ സ്വീകരിക്കുകയാണ്. പുണ്യ നബി തങ്ങൾ ആ ഒരു സ്നേഹമാകാൻ എവിടെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ്, ഇവിടെ നിന്ന് സ്നേഹത്തോടെ കയ്യിൽ സ്വീകരിക്കുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പാടുന്നത്. റെഡിയല്ലേ? തൊണ്ടൊക്കെ നനക്കി നോക്കി. റെഡിയല്ലേ? പാടുകയാണ് കേട്ടോ. നല്ല മനോഹരമായ ഹബീബായ തങ്ങൾ കേട്ടതാണ്, തങ്ങളത് അംഗീകരിച്ചു. തങ്ങൾ ആരോട് ഒന്നും പാടല്ലേ, നിർത്തിക്കോ എന്ന് പറഞ്ഞില്ല എന്നാ സല്ലല്ലാഹു. ഹബീബായ നബി തങ്ങൾ കടന്നു വരുന്നത് മനസ്സിലിങ്ങനെ ഓർക്കുക. സനിയത്തുൽ വിദാഇൽ നിന്ന് ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് നബി തങ്ങളും സിദ്ദീഖുന്നവരും കടന്നു വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പെണ്ണുങ്ങളൊരു ഭാഗത്തുണ്ട്. എല്ലാവരും അവർ ദഫ് മുട്ടിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുക. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഓൺലൈനിൽ കേൾക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് പോലും ചിലപ്പോൾ ചൊല്ലുന്നുണ്ടാവും. ഹബീബായ നബി തങ്ങളെ അങ്ങ് മദീനയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയാണ്. എല്ലാവരും ഹബീബിൻ്റെ മുഖം ഇങ്ങനെ കാണുകയാണ്. എന്തൊരു മനോഹരമായ സുസ്മേരവതരായ നബി തങ്ങൾ, എന്തൊരു പ്രകാശമായിരുന്നു ഹബീബിൻ്റെ മുഖത്തിന്. ഒരുപാട് ഹൈറ്റുമില്ല, എന്നാൽ ഹൈറ്റുണ്ട്. ചെറിയവരല്ല, വലിയ തടിയല്ല, എന്നാൽ പാകത്തിനൊത്തവർ. വിശാലമായ നെറ്റിത്തടം ഹബീബിൻ്റെ പ്രത്യേകതയാണ്. ഹബീബിൻ്റെ നെറ്റിത്തടം വിശാലമായിരുന്നു, ഹബീബിൻ്റെ പുരികങ്ങൾ സമൃദ്ധമായിരുന്നു, ഇങ്ങോട്ട് കൂടിച്ചേർന്നിട്ടില്ല നാം. വളരെ അഴകാർന്ന മൂക്കായിരുന്നു, അതിൻ്റെ അഗ്രഭാഗം പൊങ്ങി നിൽക്കുമായിരുന്നു നാം. അവിടുത്തെ പല്ലുകൾ മനോഹരമായിരുന്നു, ചുണ്ടുകൾ മനോഹരമായിരുന്നു, അവിടുത്തെ ഷോൾഡർ വിശാലമായതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൈ പഞ്ഞുപോലെ മിനുമിനുത്തതായിരുന്നുവെന്നാണ് അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ നബി തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട്, എൻ്റെ നെഞ്ചത്ത് കൈകൊണ്ട് കൊട്ടിയതിൻ്റെ തണുപ്പ് ഇതാ 40 കൊല്ലം കഴിഞ്ഞിട്ടും ഫഅജിദു ബർദ കഫൈഹി, ആ കയ്യിൻ്റെ തണുപ്പെൻ്റെ നെഞ്ചിലുണ്ടെന്ന് പറഞ്ഞ സ്വഹാബിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രംഗത്ത് നമ്മൾ ഓർക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം എന്ന ജൂതനാണ്. ജൂതന്മാർ മക്കയിൽ വന്ന് എന്തിനാണെന്നറിയോ? അന്ത്യപ്രവാചകർ മദീനയിലാണ് വരുന്നത് എന്നവർക്കറിയാം. അതിനവർ മദീനയിൽ, അന്നത്തെ മദീനയുടെ പേര് യഥ്രിബ് എന്നാണ്, അവർ താമസമാക്കിയത്. അതിനാണ്. എവിടുന്ന് വരുന്നത്? ജോർഡാൻ എന്ന്, ഫലസ്തീൻ എന്ന്. എന്തൊരു നല്ല കാലാവസ്ഥയാണ് അവിടെയൊക്കെ. യൂറോപ്പിൻ്റെ ഒരു മിനി യൂറോപ്പാണത്. നമ്മുടെ മിനി ഊട്ടി എന്നൊക്കെ പറയില്ലേ, അത് മിനി യൂറോപ്പാണ് ശരിക്ക് ജോർഡാനും ഫലസ്തീനുമൊക്കെ. കാരണം മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മധ്യത്ത് സൈപ്രസാണ്, അത് കഴിഞ്ഞ് അപ്പുറത്ത് ഇറ്റലിയാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു ചൂരും മണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഊഷരമായ അതിശൈത്യവും അതിഉഷ്ണവുമുള്ള മദീനയിലേക്ക് വന്ന് കാലങ്ങളോളം കാത്തിരിക്കുമായിരുന്നു ജൂതന്മാർ. നൂറ്റാണ്ടുകൾ അവർ മദീനയിലാണ്. എന്തിനെന്നറിയോ?
അന്ത്യപ്രവാചകർ വരുന്ന നാടാണിതെന്ന് അവരുടെ വേദപുസ്തകത്തിലുണ്ട്. അതിന് വന്ന് വാർത്തത ഖുർആൻ തന്നെ ഇത് പറയുന്നുണ്ട്. ആ അടയാളങ്ങളൊത്തൊരു പ്രവാചകൻ അവർക്ക് ലഭിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കൂല. ഇതെന്ത് കഥ? ഈ പ്രവാചകനെ കിട്ടാനാ നിങ്ങളുടെ വല്യമ്മമാർ ഇവിടെ വന്ന് താമസമാക്കിയത്. ഫലമ്മാ ജാഅഹും, പുണ്യനബി അവരിലേക്ക് വന്നപ്പോൾ ഇദാഹും മുഅ്രിദൂൻ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഹബീബിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ മുഖത്ത് നോക്കുന്നത് വലിയ പോസിറ്റീവ് എനർജി ആയിരുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്തോഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹബീബിൻ്റെ മുഖം അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ജൂതനാണ്, മുസ്ലിമല്ല. അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് പുണ്യനബി, ആരാണിവർ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, എന്തായിരിക്കും ഇവരാദ്യമായി പറയുന്നത് എന്ന് സാഗൂതം കേൾക്കുകയാണ്. തങ്ങളിങ്ങനെ മൗനിയായി വന്നു, എല്ലാവരോടും സലാം പറഞ്ഞു, ഒന്നും മിണ്ടിയിട്ടില്ല. തങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ഒട്ടകത്തിൻ്റെ പുറത്ത് നബി തങ്ങൾ ഇരിക്കുന്നു. ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഹബീബിനെ കാണാൻ വേണ്ടി നിശബ്ദമായി അന്ത്യപ്രവാചകരെ കാത്തിരിക്കുകയാണ്. 53 വയസ്സുള്ള പുണ്യനബി. നോക്കണേ, 40 വയസ്സ് മുതൽ ഹബീബിൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് അങ്ങ് ഉയരുകയാണ്. ഒരു സാധാ മനുഷ്യനായിരുന്നില്ല പുണ്യനബി. ഹബീബായ നബി തങ്ങളെ അള്ളാഹു ഒരു വലിയൊരു അസ്തിത്വത്തിലേക്ക് അള്ളാഹു അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തു. ആളുകൾ പിന്നെ ഹബീബിനെ ബഹുമാനിക്കുകയായി, ഹബീബിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധിക്കുകയായി. അബ്ദുല്ലാഹിബ്നു സലാം അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു പറയുന്നു, ഞാൻ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. എന്താണ് പുണ്യനബി പറയാൻ പോകുന്നത്? ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എൻ്റെ ചെവി കേട്ടത് സത്യം തന്നെയാണ്. ഞാൻ ആ മുഖം കണ്ടപ്പോഴേ പറഞ്ഞു, വമാ ഹുവ ബിവജ്ഹി കദ്ദാബ്, ഇതൊരു നുണ പറയുന്ന ആളിൻ്റെ മുഖമല്ല. നോക്കണേ, ചില മുഖശ്രീ ഉണ്ടാവും, ചില ആളുകൾ കണ്ടാൽ മനസ്സിലാവും ആള് പാവാണ്, ആള് സാധുവാണ്, ആള് നുണ പറയില്ല. പുണ്യനബിയെ കണ്ടപ്പോഴേ മുഖലക്ഷണം കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ജൂത പണ്ഡിതൻ പറഞ്ഞു, ഫഅറഫ്ത് അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്, അതൊരു നുണ പറയുന്ന ആളിൻ്റെ മുഖമല്ല. പിന്നെ അവിടുന്ന് ഉരിയാടുകയാണ്, അവിടുന്ന് പറയുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അവരിൽ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മദീനക്കാരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, ബഹുദൈവാരാധകരുണ്ട്. മദീനയുടെ ടൗണിലാണ് ഈ സംഭവം നടക്കുന്നത്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എല്ലാവരെയും ഒരുമിച്ച് നബി തങ്ങളുടെ ആദ്യത്തെ ഹദീസാണ്, മദീനയിൽ കാലുകുത്തിയ ഉടനെയുള്ള ആദ്യത്തെ ഹദീസ്. അഫ്ഷുസ്സലാം, നിങ്ങളൊക്കെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് കാണുന്നവരോട് പറയേണ്ടത്. അസ്സലാമു അലൈക്കും, സമാധാനമുണ്ടാവട്ടെ. അത്ഇമുത്ത്വആം, ഇവിടെ ആരും പട്ടിണി കിടക്കരുത്. അന്നം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം കഴിയുന്ന മുഴുവൻ ആളുകളും. ഇവിടെ പട്ടിണി ഉണ്ടാവരുത്. രണ്ടാമത്തേത് സിലുൽ അർഹാം, നിങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയവരുണ്ട്. എളാപ്പ മൂത്താപ്പ മക്കൾ മിണ്ടാത്തവരുണ്ട്. അമ്മാവൻ്റെയും അമ്മായിയുടെയും മക്കളെ കണ്ടാൽ തല്ലുകൂടുന്നവരുണ്ട്. വാപ്പയും മക്കളും മിണ്ടാത്തവരുണ്ട്. ഇങ്ങനെ പിണങ്ങിക്കഴിയുന്ന മുഴുവൻ കുടുംബക്കാരും ഒരുമിച്ച് നിൽക്കണം, നിങ്ങളുടെ പിണക്കം നന്നാക്കണം. തങ്ങളുടെ ആഹ്വാനമാണ്. പിന്നെ പറഞ്ഞു, സൊല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോഴേ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പാതിരാത്രിയിൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. ഈ ഹദീസിൻ്റെ ഒരു അത്ഭുതം, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന വിഷയങ്ങൾ പറഞ്ഞ ഹദീസ്. സ്വർഗത്തിൻ്റെ പേര് ദാറുസ്സലാം, അള്ളാഹുവിൻ്റെ പേര് അസ്സലാം. സ്വർഗത്തിൽ ആദ്യം പറയുന്ന വാക്ക് അള്ളാഹു പറയും അസ്സലാമു അലൈക്കും. മലക്കുകൾ മുഅ്മിനീങ്ങളോട് സ്വർഗത്തിൽ പറയുന്ന സലാമുൻ അലൈക്കും. ഈ ഹദീസ് നിബിധങ്ങൾ പറഞ്ഞിട്ട് ഈ ഹദീസിനെ ഉദ്ധരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സലാം. അഫ്ഷുസ്സലാം എന്ന ഹദീസ് ദാറുസ്സലാമിലേക്ക് പോകുന്ന, അസ്സലാമായ അള്ളാഹുവിനെ കാണാൻ പോകുന്ന യാത്രയ്ക്ക് ഏറ്റവും ഉപയുക്തമായ 4 കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ സമാധാനം പ്രചരിപ്പിക്കണേ, ഫിത്തന ഉണ്ടാക്കരുത്, തമ്മിലടിപ്പിക്കരുത്, പിണക്കങ്ങൾ ഉണ്ടാക്കരുത്. അത്ഇമുത്ത്വആം, ഭക്ഷണം വിതരണം ചെയ്യണം. അത് എപ്പോഴും പട്ടിണി കിടക്കുന്നവർക്ക് മാത്രമല്ല, സ്നേഹം, ഭക്ഷണത്തിലൂടെ സ്നേഹം വളരുമെന്നാണ്. നല്ല ഭക്ഷണം, നല്ല കറി വെക്കുന്നു, നല്ല മത്സ്യക്കറി വെക്കുന്നു, നല്ല മാങ്ങക്കറി ഇട്ട് വെക്കുന്നവരൊക്കെ അല്ലേ. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീടുമായി നമ്മൾ, ആ ഒരു വീട്ടുകാരുമായി ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ വീട്, ഭക്ഷണത്തിലൂടെ ഒരു സ്നേഹത്തിൻ്റെ പാലം പണിയുകയാണ്. കുടുംബക്കാരെ വിളിച്ചിട്ടൊരു ഭക്ഷണം കൊടുക്കുന്നു, സുഹൃത്തുക്കളെ കൂടെ പഠിച്ചവരെ വിളിച്ചിട്ടൊരു ഭക്ഷണം കൊടുക്കും, ഉസ്താദുമാരെ മുതഅല്ലിമീങ്ങളെ വിളിച്ചൊരു ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കണം പറ്റുന്നവരൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ബദരീങ്ങളാണ്ടിന്, റബീഉൽ അവ്വലിന്, ഏത് വിശേഷപ്പെട്ട ദിവസങ്ങളിലും അന്നദാനം ഉണ്ടാവും. എന്തിനെന്നറിയോ? ആദ്യം ചെയ്യണമെന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കാണിത്. അത്ഇമുത്ത്വആം, ഭക്ഷണം കൊടുക്കണം. അത് പട്ടിണി അകറ്റാൻ മുതലാളിമാരല്ല, പാവപ്പെട്ടവർക്ക് മാത്രമല്ല, അത് എല്ലാവർക്കും, വിശക്കുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം. അത്ഇമുത്ത്വആം. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കണേ.
പിന്നെ പറഞ്ഞു നിങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കണം പാതിരാത്രിയിൽ, ആരും അറിയാതെ. ഇത് 4 ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്തിലേക്ക്. ഈ ഹദീസ് മൊത്തം സമാധാനമാണ്. ഇത് പറഞ്ഞ സ്വഹാബിൻ്റെ പേരിലും ഒരു സമാധാനമുണ്ട്, അബ്ദുല്ലാഹിബ്നു സലാം, അല്ലെങ്കിൽ ഒരുപാട് സലാം എന്നാൽ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ജൂത പണ്ഡിതനായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹ് നിങ്ങൾക്ക് 2 കൂലിയുണ്ട്. മൂസാ നബിയുടെ തൗറാത്തിൽ വിശ്വസിച്ചതിൻ്റെ കൂലിയും എന്നിലും ഖുർആനിലും വിശ്വസിച്ചതിൻ്റെ കൂലിയും. 2 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. 2 കിതാബുകളിൽ നിങ്ങൾ വിശ്വസിച്ചു എന്ന് നബി തങ്ങൾ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട്. മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം എന്നവർ സ്വപ്നം കണ്ടു. അദ്ദേഹം മുസ്ലിമായ ആളാണ്, ഞാൻ പറഞ്ഞല്ലോ. ഫഖദ് റആ ഫിൽ മനാം അന്നഹു യർഖാ വയജിദു ഉർവതൻ ഫയസ്തംസികു ബിഹാ. മഹാനവറുകൾ ഒരു കയർ കണ്ടു, ആ കയറിനെ മുറുക്കി പിടിച്ചതാണ് കാണുന്നത്. ഒരു കയർ കണ്ടു, ആ കയറിനെ മുറുക്കി പിടിക്കുന്നു. പിന്നെ കണ്ടു യർഖാ ജബലൻ, ഒരു മലയിലേക്ക് കയറുകയാണ്. അപ്പം അറേബ്യയിലെ മലകളൊക്കെ നമ്മുടെ നാട്ടിലത്തെ മല പോലെയല്ല, പാറമലകളാണ്, ചിലപ്പോൾ ഒന്നും കയറാൻ കഴിയൂല. ആ മലയിലേക്ക് മഹാനവറുകൾ കയറുന്നു. കുല്ലമാ അറാദ അൻ യർഖിയ ഖറ ലിഅവ്വലി, മേലോട്ട് കയറി ചെന്നാൽ താഴേക്ക് കിഴിഞ്ഞു വീഴും. ഫജാഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങളുടെ അരികത്തേക്ക് വന്നു. ഫജാഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ അരികത്ത് വന്ന് നബിയോട് പറഞ്ഞു, നബിയേ ഞാനൊരു സ്വപ്നം കണ്ടു. വലിയൊരു കയറ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കയറ് ഞാൻ കണ്ടു. പക്ഷേ പിന്നെ ഞാൻ കാണുന്നത് ഒരു മലയിലേക്ക് കുത്തനെ കയറുന്നു, ഞാൻ താഴേക്ക് വീഴുന്നു. എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ അമ്മൽ ഉർവത്തുൽ വുസ്ഖാ, മുറിയാത്ത ഉറപ്പുള്ള കയറ് എന്ന് കണ്ടില്ലയോ, ആ കയറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തമൂതു അലൈഹാ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കും അബ്ദുല്ലാഹിബ്നു സലാം നിങ്ങൾ മരിക്കുന്നത്. അദ്ദേഹം സ്വർഗത്തിൽ പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലയിലാണ് നിങ്ങൾ മരിക്കുന്നത്. വഅമ്മാ ഹാദൽ ജബൽ, എന്നാൽ നിങ്ങൾ കയറാൻ നോക്കുന്ന പർവ്വതമുണ്ടല്ലോ, ഫഹുവ ഷഹാദ, ആ പർവ്വതത്തിൽ കയറാൻ പറ്റാതെ താഴേക്ക് കിഴിഞ്ഞു വീഴുന്നു. അത് രക്തസാക്ഷിത്വമാണ്. വലൻ തബ്ലുഗഹാ, നിങ്ങൾക്ക് രക്തസാക്ഷിത്വം കിട്ടുകയില്ല. പറഞ്ഞ പോലെ ഷഹീദാവാതെയാണ് മഹാനവറുകൾ മരിക്കുന്നത് റളിയല്ലാഹു അൻഹു. ഷഹീദാവണമെന്ന് കൊതിയുണ്ടായിരുന്നു, പക്ഷേ ആ മലയിൽ കയറാൻ പറ്റാതെ കിഴിഞ്ഞു വീണില്ലേ, നിങ്ങൾക്കതിന് സാധിച്ചില്ല. നിങ്ങൾക്ക് രക്തസാക്ഷിത്വമല്ല അള്ളാഹു എഴുതിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ ഉമ്മയാണ്. നബി വഫാത്തായിട്ട് 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീവി, മറന്നു പോകരുത്. 68-ാമത്തെ വയസ്സിലെങ്ങാനുമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഖദീജ ബീവിൻ്റെ പ്രായം തന്നെ മരിക്കുമ്പോൾ. തങ്ങൾ വഫാത്തായിട്ട് 40 കൊല്ലം ബീവി ഹദീസ് പഠിപ്പിച്ചു. ഒരുപാട് സ്വഹാബിമാർ ശിഷ്യന്മാരാ ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹ. ഇന്നനി റഅയ്തു 3 അഖ്മാരിൻ വഖഅത് ഫീ ഹുജ്റതി, എൻ്റെ റൂമിലേക്ക് 3 പൂർണ്ണ ചന്ദ്രന്മാർ, വെളിച്ചമുള്ള ചന്ദ്രന്മാർ എൻ്റെ റൂമിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഫസകത്, ഞാൻ മിണ്ടാതെ ആരോടും ഇത് പറഞ്ഞില്ല. ആരും എൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനവും പറഞ്ഞില്ല. എൻ്റെ വാപ്പയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം എൻ്റെ വാപ്പയോട് സിദ്ദീഖ് തങ്ങളോട് ഞാൻ പറഞ്ഞു, ഉപ്പാ എൻ്റെ റൂമിലേക്ക് 3 ചന്ദ്രഗോളങ്ങൾ വന്ന് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ് ആ വീടെന്നറിയുമോ? എവിടെയാണോ ഇന്ന് ഗുംബജെ ഖദ്റ, പച്ച കുബ്ബയുള്ളത്, മദീന പള്ളിയുടെ റൗള എന്ന് പറയുന്ന ഹബീബാ നബിയുടെ അൽ ഹുജ്റത്തു ഷരീഫ, റൗളയോട് ചേർന്ന് കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂം, പുണ്യ നബി തങ്ങൾ എവിടെയാണോ വഫാത്തായത് ആ റൂമിൽ തന്നെയാണ് ഹബീബിൻ്റെ ഖബർ ഒരുക്കിയത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ റൂമാണ് ഹബീബാ നബി തങ്ങളുടെ ഖബർ നിൽക്കുന്ന സ്ഥലം. പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്, അവരെവിടെയാണോ മരിക്കുന്നത് അവിടെയാണ് പ്രവാചകന്മാരെ മറവ് ചെയ്യേണ്ടത്. ഉദാഹരണം പറയാം, ഈ സ്റ്റേജിൽ നിന്നിട്ടാണ് ഇരുന്നിട്ടാണ് ഒരു നബി മരിക്കുന്നതെങ്കിൽ ആ നബിയെ എടുത്ത് കുളിപ്പിക്കും, കഫൻ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ മറവ് ചെയ്യേണ്ടത് ഈ സ്റ്റേജ് മാറ്റിയിട്ട് ഇവിടെ ഖബർ കുഴിച്ചിട്ടാണ്. എവിടെയാണോ മരിച്ചത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമില പുണ്യനബി വഫാത്തായത്, അവിടെ തന്നെ ഹബീബിൻ്റെ ഖബർ കുഴിച്ചത്. അത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളൊരു നിയമമാണ്, അവരെ മാറ്റാൻ പാടില്ല. അവിടെ നിന്ന് അമ്പിയാക്കന്മാർ എവിടെയൊക്കെയാണോ അവിടെ മഖാമുകളുള്ളത് അവിടെയാണ് മരണപ്പെട്ടത് ബഹുഭൂരിപക്ഷം ആളുകൾ. യൂസുഫ് നബി അലൈഹിസ്സലാം ഒഴികെ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറവ് ചെയ്തത് ഈജിപ്തിൻ്റെ ഡെൽറ്റയിലാണ്.
മൂസാ നബിൻ്റെ കാലത്ത്. പക്ഷേ അത് അവിടെ നിന്ന് വാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് മഹാനവരുടെ വസിയത്തുണ്ടായിരുന്നു. അങ്ങനെ പെട്ടിയിലായി മറവ് ചെയ്ത യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ താബൂത്ത് ഈജിപ്തിൻ്റെ നൈലിൻ്റെ ഡെൽറ്റയിൽ നിന്നെടുത്ത് പലസ്തീനിലേക്ക് ഹിബ്രോൺ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ ഖബറുള്ള ആ ഒരു പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയെ കൊണ്ടുവന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അതൊരു വലിയ ചരിത്രമാണ്. ഒരു പെണ്ണിൻ്റെ ഒരു ഉമ്മയുടെ ഒരു വലിയൊരു കൗതുകമുള്ള ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മളത് ഏതോ ക്ലാസ്സിൽ പറഞ്ഞ വിഷയമാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം മറവ് ചെയ്ത് അവിടെ തന്നെയായിരുന്നു ഈജിപ്തിൽ, പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇന്നനി റഅയ്തു സലാസത ഖുമാരിൻ, 3 ചന്ദ്രഗോളങ്ങൾ എൻ്റെ റൂമിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ വഫാത്താവുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലായിരുന്നുവല്ലോ ഹബീബ് അവസാനം കിടന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, എൻ്റെ ഹബീബിൻ്റെ വായയിലേക്ക് അവസാനമായി കിടന്ന ഭക്ഷണം എൻ്റെ വായയിലെ ഉമിനീരാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, ആയിഷ ബീവിയുടെ സഹോദരൻ, ഒരു മിസ്വാക്കുമായി വന്നു. ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യാണ്. ഹബീബോടെ കിടക്കുന്നു, എഴുന്നേൽക്കാൻ പറ്റാതെ. ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുമ്പോഴേ നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവിക്ക് മനസ്സിലായി 18 വയസ്സുണ്ടെന്ന്. ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹ, നബിയേ, എൻ്റെ സഹോദരൻ്റെ കയ്യിലെ മിസ്വാക്കിലേക്ക് നോക്കുകയാണല്ലേ, അങ്ങേക്ക് മിസ്വാക്ക് വേണമോ, അതാണോ അങ്ങ് നോക്കുന്നത്, അതിനാണോ? അതേ എന്നവിടുത്തെ കണ്ണുകളെ കൊണ്ട് ആംഗ്യം കാണിച്ചു. പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി അതിൻ്റെ മറ്റേ തല, ഉപയോഗിക്കാത്ത ഭാഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പല്ലുകൊണ്ട് കടിച്ച് ചതച്ച് സോഫ്റ്റാക്കി മാറ്റിയപ്പോൾ ബീവിയുടെ വായിലെ ഉമിനീര് ആ ഒരു മരക്കഷ്ണത്തിൽ അതിൻ്റെ ആ ഒരു ബ്രഷിലായിട്ടുണ്ട്. അതാണ് ഹബീബിൻ്റെ കയ്യിൽ കൊടുത്തത്. എന്നിട്ട് ഹബീബിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ പരിശുദ്ധമായ പല്ലുകളെ തേച്ചു കൊടുത്തു. അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്, അവിടുത്തെ വായ ശുദ്ധിയാക്കണമെന്ന് ഹബീബിന് തോന്നിയതാണ് അതിന് കാരണം. ബീവി പറയുന്നു, നിങ്ങളാർക്കും ലഭിക്കാത്ത ഒരു മഹത്വം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. എൻ്റെ കല്യാണം അള്ളാഹു നിശ്ചയിച്ച കല്യാണമാണ്. ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ആരോപണം ശരിയല്ല എന്നും സൂറത്തു നൂറിൽ ആയത്തിറക്കിയിട്ടാണ് അള്ളാഹു എൻ്റെ നിരപരാധിത്വം തെളിയിച്ചത്. പിന്നെയോ എൻ്റെ ഹബീബ് വഫാത്തായത് ബൈന ഹിജ്രി വനഹരി, എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടല്ലേ. ആ ഭാഗ്യം ആർക്കാണ് കിട്ടിയത്? അതുമാത്രമോ, എൻ്റെ ഹബീബിൻ്റെ വായയിലേക്ക് അവസാനമായി കിടന്നത് എൻ്റെ വായയിലെ എൻ്റെ ഉമിനീരാണ് എന്ന് അഭിമാനത്തോടെ പറയുമായിരുന്നു നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബീവിയുടെ വീട്ടിൽ തന്നെ പുണ്യനബിക്ക് ഖബറൊരുങ്ങുകയാണ്. വദുഫിന ഫീ ഹുജ്റതിഹാ, ബീവിയുടെ റൂമിൽ തന്നെയാണ് നബി തങ്ങളെ മറവ് ചെയ്യുന്നത്. അങ്ങനെ മറവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഫഖാല ലഹാ അബൂബക്കറിൻ, നോക്കണം വരാൻ പോകുന്ന സംഭവങ്ങളെ സ്വപ്നത്തിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ആയിഷ ബീവിയുടെ ഉപ്പ, നബിയുടെ കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാൻ പറഞ്ഞു, മോളെ 3 ഗോളങ്ങൾ, ചന്ദ്രഗോളങ്ങൾ അങ്ങയുടെ റൂമിൽ വന്ന് വീഴുന്നത് കണ്ടില്ലയോ? ഹാദാ അവ്വലു അഖ്മാറുകി, ഇത് നിങ്ങളുടെ 3 ആദ്യത്തെ ചന്ദ്രഗോളമാണ് ഈ കിടക്കുന്നത്. അതായത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റൂമിൽ തന്നെയാണ് 2ാമത്തെ ഗോളമായി വന്നത് അവരുടെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കണം, ആ റൂമിൽ തന്നെയാണ് ഹബീബിൻ്റെ കൂടെ കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3ാമത്തെ ഗോളമായി വന്നത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യമേ, നല്ലവരായി ജീവിച്ച്, നല്ലവരോടൊപ്പം ജീവിച്ച്, നല്ലൊരു മരണം കിട്ടിയിട്ട്, നല്ല ഒരു മഹാത്മാവിൻ്റെ കൂടെ, മഹത്തുക്കളുടെ കൂടെ ഖബറിൽ കിടക്കാൻ കഴിയുന്നത് സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും ഹബീബിൻ്റെ കൂടെ കൂടാൻ കഴിഞ്ഞ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമാണത്, എത്ര വലിയ സൗഭാഗ്യം. ആയിഷ ബീവിയോട് ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു, മോനെ ആയിഷ ബീവിയോട് ചോദിക്കണേ, എൻ്റെ ഹബീബായ നബി തങ്ങളുടെയും എൻ്റെ കൂട്ടുകാരനായ സിദ്ദീഖ് എന്നവരുടെയും കൂടെ ബീവിയുടെ റൂമിൽ എന്നെയും കിടത്തുമോ? അവിടെ ഒരു ഖബറിൻ്റെ ഒഴിവുണ്ടല്ലോ, അത് എനിക്കാക്കി തന്നൂടെ എന്നൊന്ന് ചോദിക്കുമോ? ലോകത്തെ ഏറ്റവും വലിയ ദാനം ചെയ്തത് ആയിഷ ബീവിയാണ് എന്ന് മഹാന്മാർ പറയും. എന്തേന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ, ആ ചരിത്രത്തിലേക്ക് നമുക്ക് വരാനുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു പരിശുദ്ധമായ വീട്ടിലാണ് നബി തങ്ങൾ കിടക്കുന്നത്, സിദ്ദീഖ് എന്നവരും കിടക്കുന്നത്. അവിടെ ഒരു ഖബറിന് കൂടെ ചാൻസ് ഉണ്ട്.
അത് ആയിഷ ബീവി അവർക്ക് വേണമെന്ന് വിചാരിച്ചതാണത്. കാരണം ഒരു അരികത്തുള്ളത് വാപ്പയാണ്, ഇപ്പുറത്തുള്ളത് ഭർത്താവാണ്. അപ്പം അവിടെ കിടക്കാലോ. ആയിഷ ബീവിയോട് ചോദിക്കണേ, മോനെ അബ്ദുല്ലാഹിബ്നു ഉമറേ, ബീവിയോട് പറയണം, ഉമർ എന്നവർ അങ്ങയോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ഖബർ അവിടെ കുഴിക്കണമേ. വയറാകെ കീറി മുറിഞ്ഞ് കിടക്കുകയാണ് ഉമർ എന്നവർ, മരിക്കുമെന്ന് ഉറപ്പായി. ബീവി പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച ഇടമാണത്. എന്നാൽ അമീറുൽ മുഅ്മിനീൻ അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലം, അവരുടെ സ്വന്തം റൂം, സ്വന്തം വീട് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വിട്ടുകൊടുത്തത് ലോകത്തെ ഏറ്റവും വലിയൊരു ദാനമാണ്. അതുമല്ല, ഉമർ തങ്ങൾ അവസാനത്തെ ശ്വാസം വലിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് മോനോട് പറഞ്ഞു, മോനെ ഒന്നുകൂടെ ചോദിക്കണേ ആയിഷ ബീവിയോട്, ബീവിൻ്റെ പൊരുത്തം വേണം, ബീവിൻ്റെ പൊരുത്തം വേണം. എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ബീവിയുടെ റൂമിൻ്റെ തൊട്ടരികത്തൊന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് പറയണം, ഉമർ നിങ്ങളോട് സമ്മതം ചോദിക്കുന്നു ബീവി, നിങ്ങളുടെ റൂമിൽ ഉമർ എന്നവർക്ക് ഖബർ കുഴിച്ചോട്ടെ എന്ന് എനിക്ക് വേണ്ടി ചോദിക്കണേ ഒന്നുകൂടെ. വല്ല സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊണ്ടാണ് ഉമർ എന്നവർ ചോദിക്കുന്നത്, എങ്ങനെ നോ പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബീവി സമ്മതിച്ചതെങ്കിൽ എനിക്കത് വേണ്ട, ബീവിയുടെ പൊരുത്തം വേണം. ഉമർ തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ റൗളയുടെ മുമ്പിൽ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ജന്നത്തുൽ ബഖീൽ വേറെ ഖബർ കുഴിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ അബ്ദുല്ലാഹിബ്നു ഉമറേ, ഒന്നുകൂടെ ചോദിക്കണേ എന്ന വാപ്പയുടെ വസിയ്യത്ത് മോൻ ചെന്ന് ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയോട്, യാ ഉമ്മൽ മുഅ്മിനീൻ, വിശ്വാസിനികളുടെ മാതാവായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഉമർ എന്നവരെ മറവ് ചെയ്യട്ടെയോ, അങ്ങേക്ക് സമ്മതമാണോ? ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മൂന്നാമത്തെ ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആയിഷ ബീവി പറയുന്നു, ഞാൻ കണ്ട സ്വപ്നം എത്ര മനോഹരം. 3 ചന്ദ്രന്മാർ എൻ്റെ ഈ റൂമിൽ വന്ന് കിടക്കുന്നു. അതിലൊന്ന് പുണ്യനബി, പിന്നെ എൻ്റെ ഉപ്പ, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്തരമായ 3 പേർ, മഹോന്നതരായ 3 മഹാന്മാർ. എല്ലാവരും ആ ഖബറിലാണ്. ഇവിടെ പെണ്ണുങ്ങളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണേ. ആയിഷ ബീവി പറയാറുണ്ട്, എൻ്റെ ഉപ്പയെയും എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ റൂമിൽ മറവ് ചെയ്തതിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ പിടിക്കാനോ വേണ്ടി കയറി ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ തല മുഴുവൻ മറക്കാറില്ല. വസ്ത്രവിധാനത്തിൽ കൈ കാണുന്ന അവസ്ഥയുണ്ടാകും, എൻ്റെ കഴുത്ത് കാണുന്നുണ്ടാകും, കാലിൻ്റെ ചില ഭാഗങ്ങൾ കാണും. വീട്ടിൽ ജോലി ചെയ്യുന്ന വസ്ത്രത്തിലല്ലയോ, എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയും, ഇതെൻ്റെ ഭർത്താവാണ് കിടക്കുന്നത്, ഇതെൻ്റെ ഉപ്പയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടക്കിടയിലൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ശരീരം മുഴുവൻ മറക്കാതെ ആ ഖബർ കിടക്കുന്ന റൂമിലേക്ക് ഞാൻ കടന്നിട്ടില്ല എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹയാഅൻ മിൻ ഉമർ എന്നവരോട് തോന്നിയ നാണം കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറയുമ്പോൾ, എൻ്റെ പെൺകുട്ടികളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളതുമല്ല. ചാരിത്രശുദ്ധിയാണ് ഇസ്ലാം ഒരു പെൺകുട്ടിക്ക് നേടിക്കൊടുത്ത ഏറ്റവും വലിയ ആഭരണം. മരിച്ചു കിടക്കുന്ന ഉമർ എന്നവർ, അവരുടെ റൂഹാണ് അവിടെയുള്ളത്, അവിടുത്തെ പരിശുദ്ധമായ ശരീരം മണ്ണിനുള്ളിൽ കിടക്കുകയാണ്. എന്നിട്ട് പോലും ആ ഖബറിൻ്റെ അരികത്തേക്ക് ചൊല്ലുമ്പോൾ ഒരു അന്യ പുരുഷൻ്റെ മുമ്പിലേക്ക് ചൊല്ലുന്ന പോലെ ഞാൻ വസ്ത്രവിധാനം ചെയ്യുമായിരുന്നു എന്ന് പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിലൂടെ ഒരു നാണവും ലജ്ജയുമില്ലാതെ കളകളായെന്ന് ഉറക്ക സംസാരിച്ച് നമ്മുടെ ബസ്സുകളിലും റോഡുകളിലും കഫകളിലും ഷോപ്പിംഗ് മാളുകളിലും ഉറക്ക വർത്തമാനം പറഞ്ഞ് പ്രായപൂർത്തിയായ അന്യപുരുഷന്മാരുടെ കൂടെ, ചെറുക്കന്മാരുടെ കൂടെ കറങ്ങിത്തിരിയുമ്പോൾ സ്വതന്ത്ര ഭാരതം, സെക്കുലറിസം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഔവലൻ വ ആഖിറൻ നമ്മുടെ ഈമാനെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നമ്മുടെ അഖീദയെക്കുറിച്ച്, നമ്മുടെ അമലിനെക്കുറിച്ച് നാളെ ചോദ്യമുണ്ട്. അതുകൊണ്ട് അച്ചടക്കം എന്നത് അള്ളാഹു നിർബന്ധമാക്കിയത് എത്ര ഗൗരവത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. എൻ്റെ വസ്ത്രങ്ങളെല്ലാം മുഴുവനായും ഞാൻ എന്നെ മറച്ചുകൊണ്ടാണ് ഉമർ എന്ന മൂന്നാമത്തെ ഖമർ, മൂന്നാമത്തെ ചന്ദ്രഗോളം എൻ്റെ റൂമിൽ വന്ന് വീണത്. അതായത് ഉമർ എന്നവരുടെ ഖബർ കുഴിച്ചപ്പോൾ, മഹാൻ അവിടെ കിടക്കാൻ തുടങ്ങിയപ്പോൾ,
പിന്നെ ഞാൻ ഒരന്യ പുരുഷൻ്റെ മുമ്പിലേക്ക് എങ്ങനെയാണോ പോകേണ്ടത്, എങ്ങനെയാണോ വസ്ത്രവിധാനം ചെയ്യേണ്ടത്, അങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു ചെന്നത് എന്ന് മഹദിയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 32 33 വയസ്സായിരിക്കും പ്രായം. ആ പ്രായത്തിൽ മഹദി പറഞ്ഞ വാക്കാണ്. ഉമർ എന്നവർ അവിടെ വന്ന് കിടക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 30 വയസ്സാണ് പ്രായം. ഉമർ എന്നവർ വഫാത്താകുമ്പോൾ. അതുകൊണ്ട് യൗവനം അല്ലാഹു നൽകുന്ന സൗന്ദര്യം പ്രദർശന വസ്തുവാക്കാനുള്ളതല്ല. അത് നിങ്ങളുടെ ഹലാലായ ഭർത്താവിന് അവർക്ക് കാണാൻ പറ്റുന്നത് നാട്ടുകാർക്ക് കാണാൻ പറ്റില്ല എന്ന് സവിനയം അള്ളാഹുവിന് വേണ്ടി ഉണർത്തുകയാണ്. അള്ളാഹുവിന് വേണ്ടി ഉണർത്തട്ടെ. നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ നേരിടുന്ന നാളിലെങ്കിലും ഈ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കൊതിച്ചു പോയേക്കും. അതുകൊണ്ട് അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരാണോ എന്നെ സ്വപ്നത്തിൽ കാണുന്നത് അവരെന്നെ തന്നെയാണ് കാണുന്നത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ഫീ സൂറതി ലാ യതകവ്വനുനി ലാ യതമസ്സലു ബിയ ശൈത്വാൻ എന്നൊക്കെ വാക്കുകളുണ്ട് ഹദീസിൽ. എൻ്റെ യഥാർത്ഥ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സ്വപ്നം കാണുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരഭിലാഷമാണ്, മുഅ്മിനിൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടൊരു സൗഭാഗ്യമാണ്. ഹബീബിനെ സ്വപ്നം മനസ്സുകൊണ്ട് കൊതിച്ചോളൂ, ആഗ്രഹിച്ചോളൂ, ദുആ ചെയ്തോളൂ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് തങ്ങളുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് വായിക്കണം, പഠിക്കണം. തങ്ങൾ എങ്ങനെയായിരുന്നു ഏതെങ്കിലും ഒരു കറുത്തൊരു മനുഷ്യനെ കണ്ടു, ഇത് നബിയാന്ന് പറഞ്ഞു, അത് നബിയല്ല. എന്തേ? തങ്ങൾ കറുത്തിട്ടായിരുന്നില്ല. കുറിയ ഒരു മനുഷ്യനെ കണ്ടു, നല്ല താടിയൊക്കെ ഉണ്ട്, തലപ്പാവുണ്ട്, ഹൈറ്റ് വളരെ കുറവാണ്, അല്ലെ ഒരുപാട് ഹൈറ്റുള്ള ആളാണ്, നബിയാന്ന് പറഞ്ഞു, അത് നബി തങ്ങളല്ല. തങ്ങളുടെ രൂപമേതാ ആ രൂപത്തിൽ കണ്ടാൽ നബിയാണ്, അതേതിനർത്ഥുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണം. അതിനാണ് ഷമാഇലു തുർമുദി, ഇമാം തുർമുദിയുടെ ഷമാഇലുൽ മുഹമ്മദിയ എന്ന് പറയുന്ന നബി തങ്ങളുടെ ശരീരത്തിൻ്റെ രൂപം വിവരിച്ച ഹദീത്തിൻ്റെ ഭാഗമുണ്ട്. അത് ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ ഉണ്ട്, മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഷമാഇലുൽ മുഹമ്മദിയ, പുണ്യനബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു, അവിടുത്തെ കൺപുരികം, അവിടുത്തെ കണ്ണുകൾ എങ്ങനെയാണ്, അവിടുത്തെ തലമുടി താടിരോമം എങ്ങനെയാണ്, അവിടുത്തെ പല്ലുകൾ എങ്ങനെയാണ്, വിരലുകൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നെഞ്ചെങ്ങനെയായിരുന്നു, അവിടുത്തെ ഹൈറ്റും വെയ്റ്റും, അവിടുത്തെ കാലുകൾ എങ്ങനെയാ, പുഞ്ചിരി എങ്ങനെയാ, നബി തങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, സന്തോഷം വന്നാൽ എങ്ങനെയാ, തങ്ങൾക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയായിരുന്നു മുഖം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ആർട്ടിസ്റ്റിന് കൊടുത്താൽ വരച്ചു തരാൻ പറ്റും, പക്ഷേ വരക്കാൻ പാടില്ല. അതൊരു അവിടുത്തെ നുബുവത്തിനോട് ചെയ്യുന്ന അപമര്യാദയാണ്, ചെയ്യാൻ പാടില്ല. എല്ലാ ഡിസ്ക്രിപ്ഷനും A to Z നമ്മുടെ മുമ്പിലുണ്ട്. തങ്ങളുടെ കൃത്യമായ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ വരക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് വായിക്കണം, പഠിക്കണം. എന്നിട്ട് കാണുമ്പോഴാണ് തങ്ങളെയാണോ കണ്ടത് എന്നറിയുള്ളൂ. പിന്നെ കാണുന്ന ആൾ സത്യസന്ധനാവണം. വഅസ്ദഖുഹും റുഅയാ അസ്ദഖുഹും ഹദീസാ. വായ തുറന്നാൽ നുണ പറയുന്ന ആളുകൾ, അവർക്ക് നബി തങ്ങളെ കാണാൻ കഴിയൂല. സത്യസന്ധരായ ആളുകൾക്കാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉറങ്ങേണ്ടത് സുന്നത്തനുസരിച്ച് ഉറങ്ങണം, ഉളൂവെടുത്തുറങ്ങണം, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇന്നംസക്ത നഫ്സി ഫർഹംഹാ. ദുആ ഉന്നവും ഉറങ്ങുമ്പോഴുള്ള ദുആ പഠിക്കണം, അത് ചൊല്ലിയിട്ട് കിടക്കണം. ഫാത്തിഹ ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇതൊക്കെ ചൊല്ലാനുള്ളതാ. അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, ഇത് മുഴുവൻ ചൊല്ലിയ കൂലി കിട്ടും. ഉറങ്ങി എണീക്കുന്നവരെ ചൊല്ലിയ കൂലി കിട്ടും. ഇത്രയും ഉറങ്ങുമ്പോഴേക്കും ഉറക്കും ശരിക്കും വരും ചെയ്യും. ഇങ്ങനെ സുന്നത്തിൽ ഉറങ്ങിയിട്ട് കാണണം, അത് സത്യസന്ധമായ സ്വപ്നമാണ്. പിന്നെ സാധാരണ അവസ്ഥയിൽ ഉറങ്ങണം. എങ്ങനെ? വിശന്ന് ഉറങ്ങുകയാണ്, അങ്ങനെ ഉറങ്ങരുത്. ഒരുപാട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുറങ്ങുകയാണ്, അതുമാവരുത്. നല്ല ദാഹിച്ചിട്ട് ഉറങ്ങുകയാണ്, അങ്ങനെ വരരുത്. ടെൻഷൻ അടിച്ച് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഉറങ്ങുകയാണ്, അതുമാവരുത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സത്യസന്ധമായ സ്വപ്നം കാണൂല. നമ്മുടെ ആ ടെൻഷനുമായി ബന്ധപ്പെട്ട സ്വപ്നമേ കാണുള്ളൂ. സത്യസന്ധമായ സ്വപ്നം കാണണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നോർമലായിരിക്കണം. പാകത്തിന് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് വിശപ്പോ ദാഹമോ ഒന്നുമില്ല,
പേടിച്ചിട്ടും കിടക്കുകയല്ല, നോർമലായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് കാണുമ്പോൾ ഇതിന് അള്ളാഹു അവസരം നൽകും. യാ അള്ളാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്വപ്നം കൊണ്ടൊരു നിയമം നടപ്പാക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അതിക്രമിച്ചു എന്നറിയാം. ഞാനൊരു 5 മിനിറ്റ് കൂടെ മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു കാര്യം പഠിക്കും. സ്വപ്നം കൊണ്ട് ഒരു നിയമം നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുമ്പിൽ സ്വപ്നത്തിൽ പിശാചു വന്നത് മഹാനവറുകൾ പറയുന്നുണ്ട്. ഒരു തീയിൻ്റെ മുകളിൽ കയറി നിന്നിട്ട്, ഞാൻ അള്ളാഹുവാണ് അബ്ദുൽ ഖാദിറെ, ഞാൻ ഈ ഉമ്മത്തിനെ ഹറാമാക്കിയത് മുഴുവനും നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ ഒന്ന് തോറ്റുപോ, നാണിച്ചുപോ, നിന്ദ്യനായിട്ട് പോ പിശാചേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബിനില്ലാത്ത നിയമം എനിക്കോ? ഇൽമുണ്ടായപ്പോൾ മഹാ മനസ്സിലാക്കി സ്വപ്നം കൊണ്ടൊരു നിയമം നടപ്പാക്കാൻ കഴിയില്ല. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി അന്നത്തെ ഭരണാധികാരിയായിരുന്ന അൽ മഹദിയുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ മഹദി രാജാവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അയാൾ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, വാളും കൊല്ലാൻ കിടത്തുന്ന പായയും കൂടെ കൊണ്ടുവരൂ, അലയ്യ ബിസ്സൈഫി വന്നച, രണ്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വരുമ്പോൾ നച വേണം, സൈഫ് വേണം. ഇയാളെ കൊല്ലാൻ പോവുകയാണ്. വമാ തസ്നഉ ബിഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനായ അൽ മഹദി, വാളും കൊലയാളിയെ കൊലപ്പെടുത്തപ്പെടുന്ന ആളെ കൊല്ലാനുള്ള പായയും എന്തിനാ കൊണ്ടുവരുന്നത്? അഖ്തുലുക, നിങ്ങളെ കൊല്ലാൻ തന്നെ എന്ന് പറഞ്ഞു ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി ഖാദിയോട്. അദ്ദേഹം ചോദിച്ചു, വലിമ, എന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാൻ സ്വപ്നം കണ്ടു, നിങ്ങൾ എൻ്റെ വിരിപ്പിൽ ചവിട്ടുകയും എന്നിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ സ്വപ്നവ്യാഖ്യാതാക്കളോട് ചോദിച്ചു, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ രാജാവ് കാണാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി എന്ന് പറയുന്ന മഹാനവറുകളെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ. എന്താ കാണുന്നത്? അദ്ദേഹം രാജാവിൻ്റെ കാർപ്പറ്റിലേക്ക് നടന്നു വരുന്നു, പിന്നെ രാജാവിന് മുഖം കൊടുക്കാതെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ രാജാവ് സ്വപ്നവ്യാഖ്യാനം അറിയുന്ന ആൾക്കാരോ കണ്ടു, തിരിയാത്ത ആളുകളായിരിക്കും. അവർ പറഞ്ഞു, രാജാവേ, ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ നിങ്ങളോട് വെറുതെ സ്നേഹവും ബഹുമാനവും കാണിക്കുകയാണ്. ഇയാളുടെ മനസ്സിനുള്ളിൽ ഒന്നുമില്ല, നിങ്ങളോട് ഒരു സ്നേഹമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഭയങ്കര ബുദ്ധിയാണ്. രാജാവേ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇബ്രാഹിം നബിയാണോ? ഇബ്രാഹിം നബിയുടെ സ്വപ്നം സത്യസന്ധമായ സ്വപ്നമായിരുന്നു, അത് വഹയായിരുന്നു. നിങ്ങൾ ഇബ്രാഹിം നബിയാണോ? അല്ല. നിങ്ങളുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ആളുകൾ യൂസുഫ് നബിയെ പോലെയാണോ? സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കള്? അതുമല്ല. അതുകൊണ്ട് നുണ പറയുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് മുഅ്മിനീങ്ങളുടെ ചോര നിങ്ങൾ ഹലാലാക്കുകയാണോ? നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഇബ്രാഹിം നബിനെ പോലെയാണോ? അല്ല. സ്വപ്ന വ്യാഖ്യാനം നടത്തിയിരുന്ന യൂസുഫ് നബി ഉണ്ട്, യൂസുഫ് നബിൻ്റെ പോലെയാണോ നിങ്ങളുടെ കൊട്ടാരത്തിലെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? അതുമല്ല. എന്നിട്ട് നിങ്ങൾ ഇബ്രാഹിം നബി അല്ല, നിങ്ങളുടെ ഇത് വ്യാഖ്യാനിക്കുന്നവർ യൂസുഫ് നബിൻ്റെ ക്വാളിഫിക്കേഷനും ഇല്ല. ആ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതും കേട്ട് ഇബ്രാഹിം നബിൻ്റെ പൗരുഷം നിങ്ങൾക്കില്ലല്ലോ, അങ്ങനത്തെ നിങ്ങൾ പച്ചപ്പാവമായ എന്നെ പോലെയുള്ള മുഅ്മിനീങ്ങളെ കൊല്ലാൻ നടക്കേ നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ പേരിൽ. അപ്പം അദ്ദേഹത്തിന് നാണം വന്നു, പേടിച്ചു. അങ്ങനെ പിന്മാറി മാൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അറിവും ഇൽമും ഉണ്ടായതിൻ്റെ പേരിൽ ഒരു സ്വപ്നം കൊണ്ട് ഒരു നിയമം നടപ്പാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും സ്വപ്നം കണ്ടു ഇന്നയാളെ പോയി അടിക്കണം, തല്ലണം, ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. ഉപദ്രവിക്കണമെന്ന് സ്വപ്നം കണ്ടു ഉപദ്രവിക്കാൻ പാടില്ല. മുബശ്ശിറാത്തുകൾ അതിൽ കിട്ടിയേക്കാം, ചില നല്ല അർത്ഥങ്ങളുള്ള ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ദുഃഖങ്ങളുള്ള വാർത്തകൾ സ്വപ്നങ്ങളിൽ കണ്ടേക്കാം, അത് പിശാചിൽ നിന്നാണ്. അത് ആരോടും പറയരുത്, ആരോടും പറയരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 തവണ തുപ്പുകയും ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ചില റിവായത്തുകളിലുണ്ട്. നിങ്ങൾക്കൊരു ഉപദ്രവവും ആ സ്വപ്നം കൊണ്ട് വരില്ല. പക്ഷേ നിങ്ങൾ ആരോടും മോശപ്പെട്ട സ്വപ്നങ്ങൾ പറയരുത്. നല്ല സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്തകൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് വലിയൊരു ഫന്നാണ്. എല്ലാവർക്കും ഇത് പറയാൻ കഴിയില്ല കേട്ടോ. സ്വപ്നം കണ്ട മദ്രസ ഉസ്താദിനോട് ചോദിക്കുക, വേള വരുന്ന ഉസ്താദിനോട് ചോദിക്കുക, ഖാദിയോട് ചോദിക്കുക, അങ്ങനെ ഇതിനില്ല. ചില ആളുകൾക്ക് അല്ലാഹു ചില കഴിവ് കൊടുക്കും, അവർക്ക് പറ്റും, അല്ലാത്തവർക്ക് പറ്റൂല. എത്ര വലിയ ആലിമാണെങ്കിലും സ്വപ്നദർശനം വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇന്ന് ഒരുപാട് കിതാബുകളുണ്ട്. അല്ലാമ ഇബ്നു സിരീൻ തങ്ങളുടെ കിതാബുണ്ട്, അല്ലാമ നാബുലുസിയുടെ കിതാബുണ്ട്. അതിൽ ചിലതൊക്കെ
അദ്ദേഹം അവരുടെ പേരിൽ അവർ പറയാത്തതും എഴുതാത്തതൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ സത്യസന്ധമായ അവരുടെ റിവായത്തുകൾ ഏതാണ് എന്ന് പഠിക്കണം. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അവരെ സംബന്ധിച്ച് അല്ലാമ ഇബ്ൻ അബ്ദുൽ ബർറ തങ്ങൾ പറയുന്നുണ്ട്, സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് ഇമാം മാലിക് എന്നവരെ എല്ലാവർക്കും സ്വപ്ന വ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ? മഹാൻ പറഞ്ഞു, നുബുവത്ത് കൊണ്ട് നിങ്ങൾ കളിക്കുകയാണോ? ഒരു ഹദീസ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. സത്യസന്ധമായ സ്വപ്നം നുബുവത്തിൻ്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ്. അല്ലാഹു നൽകുന്നൊരു ദിവ്യബോധനത്തിൻ്റെ ഭാഗം. നുബുവത്താണ് എന്നല്ല, അതൊരു ഇൽഹാമാണ്. അതുകൊണ്ട് കളിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇമാം അവറുകളെ ചില ആളുകൾ ഈ സ്വപ്ന വ്യാഖ്യാനം അറിയാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം അതിനെ സംബന്ധിച്ചോ? ലാ യഫ്അലു വലാ യഅബസു ബിന്നുബുവ, അവരാരും അത് ചെയ്യരുത്, നുബുവത്ത് കൊണ്ട് കളിക്കരുത് എന്ന് മഹാനായ ഇമാമു ദാരിൽ ഹിജ്റ, ഇമാമുൽ മദീന, മാലിക്കി മദ്ഹബിൻ്റെ ഇമാമും മുവത്തയുടെ മുസന്നിഫുമായ മഹാനായ ഇമാം മാലിക് ബിൻ അനസുൽ മദനി റളിയല്ലാഹു അൻഹു. സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ചില ആളുകൾക്ക് പറയാം, അത് അറിവുള്ളവർക്കേ പറ്റൂ. ഒറ്റ ഉദാഹരണം പറയാം. രണ്ടാളും ഒരു സ്വപ്നം കണ്ടു, പക്ഷെ രണ്ടിൻ്റെയും വ്യാഖ്യാനം രണ്ടെണ്ണമാണ്. അതെങ്ങനെ? നമ്മുടെ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ഒരാളോട് വന്ന് ഒരാളൊരു സ്വപ്നം കണ്ടു, ഞാൻ സ്വപ്നം കണ്ടത് ഞാൻ വാങ്ക് വിളിക്കുന്നതാണ്. ഈ പറയുന്ന ആള് ആരാണ്, അയാളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ്, അത് നോക്കിയിട്ടാണ് അതിൻ്റെ വ്യാഖ്യാനം പറയാൻ കഴിയുള്ളൂ. അയാൾ പറഞ്ഞു, ഞാൻ വാങ്ക് വിളിക്കുന്നത് കണ്ടല്ലോ, എനിക്ക് പള്ളിയിൽ ജോലി കിട്ടുമോ, എന്താണ് ആ കണ്ടതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു വന്നതാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നക സൗഫ തസ്രിഖു, നീ മോഷണം ചെയ്യും, ചിലപ്പോൾ നീ മോഷണം ചെയ്യാനിടയുണ്ട്, അറബിൻ്റെ പീടി അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ആ സ്വപ്നം കണ്ടതിൻ്റെ അർത്ഥം. എന്താ കണ്ടത്? വാങ്ക് വിളിക്കണതാ. വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മോഷണത്തിന് അർത്ഥം വരിക? ഖുർആനിൽ അദ്ദന യുഅദ്ദിൻ എന്ന് പറഞ്ഞ ആ വാക്ക് വാങ്ക് കൊടുക്കാനും പറയും, വേറൊരർത്ഥവും ഇതിനുണ്ട്. തുമ്മ അദ്ദന മുഅദ്ദിനുൻ അയ്യതുഹൽ ഈറു ഇന്നകും ലസാരിഖൂൻ. യൂസുഫ് നബിൻ്റെ അടുത്ത് നിന്ന് റേഷൻ വാങ്ങിയിട്ട് സഹോദരങ്ങൾ തിരിച്ചു പോകുമ്പോൾ അദ്ദന മുഅദ്ദിനുൻ, അവിടെ ഒരാൾ വിളിച്ചു പറഞ്ഞു, അയ്യതുഹൽ ഈർ, ഒട്ടക സംഘമേ. ബിന്യാമീനെ പിടിച്ചോക്കാൻ വേണ്ടി യൂസുഫ് നബി ചെയ്ത പണിയുണ്ടല്ലോ, ആ അളവ് പാത്രം അരിൻ്റെ ഉള്ളിൽ വെച്ചത്. അയ്യതുഹൽ ഈറു, അല്ലയോ യാത്രാ സംഘമേ, ഇന്നകും ലസാരിഖൂൻ, നിങ്ങൾ മോഷണം ചെയ്തവരാണ്, അവിടെ നിൽക്കണമേ എന്നവിടെ നിന്ന് ഒരാൾ അദ്ദന മുഅദ്ദിനുൻ, ഒരു മുഅദ്ദിനെ വിളിച്ചു പറഞ്ഞു. അത് വാങ്ങിക്കൊടുത്തു എന്നല്ല അതിനർത്ഥം, അവിടെ വിളിച്ചു പറഞ്ഞു എന്നാ. അപ്പം ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇതാണ് അവിടെ അർത്ഥം വരുന്നത്. വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതന്നെ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന സ്വപ്നം കണ്ടു ഇമാം അവരോട്, എന്താ അതിനർത്ഥം? പറഞ്ഞു, നിങ്ങൾ ഈ വർഷം പോയി ഹജ്ജ് ചെയ്യുമെന്നാണ് ഇതിനർത്ഥം.